തിരുവനന്തപുരത്തെ ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ, അതായത് ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ആരെയും അറിയിക്കാതെ എടിപിടി എന്ന് പറഞ്ഞു നടത്തിയ സത്യപ്രതിജ്ഞ ഒരിക്കൽ കൂടി കോടതി കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ചെറിയ കാര്യമല്ല. ഭരണഘടനാ സംബന്ധമായുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ്. ഇക്കാര്യങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ട്. അതിനു മുൻപ് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ബി.ജെ.പിക്ക് ഭരണഘടനയിൽ വിശ്വാസമുണ്ടോ? ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന ശിലയാണ് രാജ്യത്തിൻ്റെ ഭരണഘടന. ഒരു ജനപ്രതിനിധി അധികാരമേൽക്കുമ്പോൾ ആ ഭരണഘടനയോട് കൂറു പുലർത്തുമെന്ന് ജനങ്ങൾക്ക് മുൻപിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിനെയാണ് നാം സത്യപ്രതിജ്ഞ എന്ന് വിളിക്കുന്നത്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ചില നാടകങ്ങളാണ്. ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നിയമങ്ങളെ കാറ്റിൽ പറത്തി കേവലം രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ഒരു ജനാധിപത്യ സ്ഥാപനത്തെ എങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. കൗൺസിലർമാരുടെ നടപടികൾ മാറിയിരിക്കുന്നു. ഇത് കേവലം ഒരു നടപടിക്രമത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അധികാരം കിട്ടിയപ്പോൾ ഉണ്ടായ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയും സാഹചര്യങ്ങൾ തങ്ങൾക്ക് അധികാരനഷ്ടം ഉണ്ടാക്കുമോ എന്ന പരിഭ്രാന്തിയുടെയും നേർക്കാഴ്ചയാണ്. എന്താണ് ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം? കേരള മുനിസിപ്പാലിറ്റി നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സത്യപ്രതിജ്ഞ ഒന്നുകിൽ ദൈവനാമത്തിലായിരിക്കണം, അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയായിരിക്കണമെന്ന്. ഇത് രാജ്യത്തുടനീളം പാലിക്കപ്പെടുന്ന ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഒരു നിയമമാണ്. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 20 ബി.ജെ.പി. കൗൺസിലർമാർ അധികാരമേറ്റത് എങ്ങനെയാണ്? അവർക്ക് നിയമങ്ങളെക്കാൾ വലുത് അവരുടെ ഇഷ്ടദേവതകളും രാഷ്ട്രീയ നേതാക്കളുമായിരുന്നു. ഭരണഘടനാപരമായ ഒരു പദവി ഏറ്റെടുക്കുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകൾക്ക് പകരം തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളും വിശ്വാസങ്ങളും അവർ സത്യപ്രതിജ്ഞാ വാചകങ്ങളിലേക്ക് തിരികെ കയറ്റി. ഇതൊരു ചെറിയ അബദ്ധമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ പരസ്യമായി വെല്ലുവിളിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമമായിരുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ പോലും തങ്ങൾ അതിൻ്റെ നിയമങ്ങൾക്ക് അതീതരാണെന്ന അഹങ്കാരമായിരുന്നു ഇതിന് പിന്നിൽ. എന്നാൽ ഈ അഹങ്കാരത്തിനെയാണ് കേരള ഹൈക്കോടതി കാലിൽ തൂക്കി തറയിലടിച്ചത്. നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നടക്കുന്ന എന്തിനേയും ചോദ്യം ചെയ്യാൻ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ബി.ജെ.പി. കൗൺസിലർമാരുടെ ഈ നടപടിയെ ഹൈക്കോടതി നിശ്ചിതമായി വിമർശിക്കുകയും ആ സത്യപ്രതിജ്ഞകൾ അസാധുവാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഭരണഘടനാ വിരുദ്ധമായ ഒരു സത്യപ്രതിജ്ഞയിലൂടെ ആർക്കും അധികാരത്തിൽ തുടരാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് കോടതി നൽകിയത്. ബി.ജെ.പി. നേതൃത്വത്തിന് ലഭിച്ച ഏറ്റവും വലിയ നിയമപരവും രാഷ്ട്രീയപരവുമായ പ്രഹരമായിരുന്നു ആ വിധി. തങ്ങളുടെ ഇഷ്ടപ്രകാരം എന്തും ചെയ്യാമെന്ന അവരുടെ ധാർഷ്ട്യത്തിനേറ്റ വലിയ തിരിച്ചടി. യഥാർത്ഥത്തിൽ കോടതി ഉത്തരവിനെ മാനിച്ചുകൊണ്ട് തങ്ങൾക്ക് പറ്റിയ തെറ്റ് അംഗീകരിച്ച് കൂടുതൽ സുതാര്യമായി ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. അതിനായി 4 ആഴ്ചത്തെ സമയം ഹൈക്കോടതി അവർക്ക് അനുവദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് കണ്ട് ജനാധിപത്യ കേരളം തന്നെ അന്തം വിട്ടുപോയി. കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ ആ മണിക്കൂറുകളിൽ തന്നെ ബി.ജെ.പി. ക്യാമ്പിൽ വലിയ പരിഭ്രാന്തി പടർന്നു. 4 ആഴ്ചത്തെ സമയം മുന്നിലുണ്ടായിട്ടും ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ് അവർ എന്തിനാണ് പുതിയ സത്യപ്രതിജ്ഞ നടത്തിയത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അവരുടെ മനസ്സിലുള്ള ഭയമാണ്. കോർപ്പറേഷൻ ഭരണത്തിൽ തങ്ങളുടെ നിലനിൽപ്പ് എത്രത്തോളം ദുർബലമാണെന്ന് ഭയം. ഏതെങ്കിലും സാങ്കേതിക കാരണത്താൽ തങ്ങളുടെ കൗൺസിലർമാർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ കോർപ്പറേഷൻ ഭരണം തങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുമോ എന്ന കടുത്ത ആശങ്കയാണ് അവരെ നയിച്ചത്. ആ ഭയത്തിൽ നിന്നാണ് വാട്സപ്പ് വഴിയുള്ള സത്യപ്രതിജ്ഞ എന്ന വിചിത്രമായ ആശയം ജനിക്കുന്നത്. വൈകുന്നേരം 4:30 മണിക്ക് ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നു. ഉടൻ തന്നെ മേയറുടെ ചേംബറിൽ വെച്ച് രഹസ്യമായി 19 പേർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിപക്ഷ അംഗങ്ങളെ അറിയിച്ചില്ല, കോർപ്പറേഷൻ കൗൺസിലിനെ വിശ്വാസത്തിലെടുത്തില്ല, പൊതുസമൂഹത്തെ സാക്ഷിയാക്കിയില്ല. ഒരു കള്ളനെ പോലെ ജനപ്രതിനിധികൾ ഇരുളറയിലിരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ജനാധിപത്യത്തെ നേരിടാൻ അവർക്ക് ഭയമായിരുന്നു. സുതാര്യമായ ഒരു വേദിയിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് കെൽപ്പില്ലായിരുന്നു. അതാണ് മേയറുടെ ചേംബറിലെ ആ രഹസ്യ ചടങ്ങിന് പിന്നിലെ യഥാർത്ഥ കാരണം. കാപ്പാപ്രകാരം കരുതൽ തടങ്കലിൽ കഴിയുന്ന 20ാമത്തെ കൗൺസിലർ ആർ സുഗതനെ പുറത്തിറക്കാൻ നിയമവഴികൾ തേടുന്ന ബി.ജെ.പി. മറുവശത്ത് ബാക്കിയുള്ളവരെ ധൃതി പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചത് ഈ ഭയം ഒന്നുകൊണ്ട് മാത്രമാണ്. ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ് എന്നതിൻ്റെ തെളിവ്. ഇടതുപക്ഷം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നതും പ്രതിരോധിക്കുന്നതും ബി.ജെ.പിയുടെ ഈ അമിതാധികാര പ്രവണതയാണ്. നിയമപരമായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് ബി.ജെ.പിക്ക് വാദിക്കാമെങ്കിലും ആ ചടങ്ങ് നടന്ന നടപടിക്രമങ്ങൾ വലിയ നിയമക്കുരുക്കുകളിലേക്കാണ് അവരെ കൊണ്ടെത്തിക്കാൻ പോകുന്നത്.
ഈ വിഷയം വീണ്ടും കോടതിയുടെ പരിഗണനയിൽ വന്നാൽ BJPക്ക് നേരിടേണ്ടി വരുന്ന തിരിച്ചടികൾ ചെറുതായിരിക്കില്ല. നടപടിക്രമങ്ങളിലെ സുതാര്യതയില്ലായ്മയാണ് ഇതിൽ പ്രധാനം. ഒരു ഔദ്യോഗിക സത്യപ്രതിജ്ഞ എന്നത് ഒരു സ്വകാര്യ ചടങ്ങല്ല, അത് സുതാര്യമായിരിക്കണം. കേവലം ഒരു വാട്സപ്പ് സന്ദേശത്തിലൂടെ മണിക്കൂറുകൾക്കുള്ളിൽ അറിയിപ്പ് നൽകി നടത്തിയ ഈ ചടങ്ങിന്റെ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ നടപടിക്രമങ്ങളിൽ പാലിക്കേണ്ട അടിസ്ഥാനപരമായ സുതാര്യത ഇവിടെ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് പ്രതിപക്ഷത്തെ ഒഴിവാക്കിയുള്ള ഗൂഢാലോചന. കോർപ്പറേഷൻ കൗൺസിൽ എന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നതാണ്. ഒരു സുപ്രധാന ഔദ്യോഗിക ചടങ്ങ് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷത്തിനും അവകാശമുണ്ട്. അവരെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മേയറുടെ ചേംബറിൽ വെച്ച് നടത്തിയ സത്യപ്രതിജ്ഞ ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം പാർട്ടിയുടെ ഓഫീസ് പോലെ കൈകാര്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഈ ജനാധിപത്യ വിരുദ്ധത കോടതിയുടെ കടുത്ത വിമർശനത്തിന് വിധേയമാകും. രേഖകളിലെ കൃത്രിമത്വത്തിനുള്ള സാധ്യതയാണ് മറ്റൊരു കാര്യം. ഇത്രയും ധൃതി പിടിച്ച് നടത്തിയ ചടങ്ങിൽ ഔദ്യോഗിക രേഖകൾ കൃത്യമായി പരിപാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് വലിയൊരു ചോദ്യമാണ്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ സാന്നിധ്യം, രജിസ്റ്ററുകളിലെ ഒപ്പുകൾ എന്നിവ കോടതി കർശനമായി പരിശോധിക്കും. ഇതിൽ ചെറിയൊരു വീഴ്ചയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സത്യപ്രതിജ്ഞയെ വീണ്ടും റദ്ദാക്കുന്നതിലേക്ക് നയിച്ചേക്കാം. ഈ സംഭവ വികാസങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യത്തിലേക്കാണ്. കേവലം സാങ്കേതികമായി സത്യപ്രതിജ്ഞ ചെയ്തുവെന്ന് വരുത്തി തീർക്കാൻ BJP കാണിച്ച വ്യഗ്രത അവരുടെ രാഷ്ട്രീയ പാപ്പരത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ജനാധിപത്യ മര്യാദകളെ എത്ര വേണമെങ്കിലും കാറ്റിൽ പറത്താമെന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തുക, സമാധാനപരമായി പ്രതിഷേധിക്കുക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ജനാധിപത്യപരമായ അവകാശവും കടമയുമാണ്. എന്നാൽ ആ പ്രതിഷേധങ്ങളെ അക്രമം കൊണ്ട് നേരിടാനാണ് ഭരണസമിതി ശ്രമിച്ചത്. വനിതാ കൗൺസിലർമാരെ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ട് അവർ നടത്തിയ അതിക്രമങ്ങൾ അധികാരത്തിന്റെ ഹുങ്കിൽ എന്തും ചെയ്യാമെന്ന ഫാസിസ്റ്റ് ചിന്താഗതിയുടെ പ്രതിഫലനമാണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയരുന്ന വാദങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ്, കോടതി വിധിയെ മറികടക്കാൻ അവർ നടത്തിയ ഈ കുറുക്കുവഴി അവരെ സുരക്ഷിതരാക്കിയിട്ടില്ല. മറിച്ച് കൂടുതൽ സങ്കീർണമായ ഒരു നിയമക്കുരുക്കിലേക്കാണ് അവർ സ്വയം നടന്നു കയറിയിരിക്കുന്നത്. ധാർമ്മികതയുടെയോ ജനാധിപത്യ മൂല്യങ്ങളുടെയോ പിൻബലമില്ലാതെ കേവലം ഒരു വാട്സപ്പ് സന്ദേശത്തിന്റെ ബലത്തിൽ നേടിയെടുത്ത ഈ സത്യപ്രതിജ്ഞ നിയമത്തിന്റെ സൂക്ഷ്മ പരിശോധനയിൽ വീണ്ടും തകർന്നടിഞ്ഞേക്കാം. അങ്ങനെ സംഭവിച്ചാൽ അത് BJPയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടായി മാറുകയും ചെയ്യും. ജനാധിപത്യം എന്നത് ആർക്കും തന്നിഷ്ടപ്രകാരം വളച്ചൊടിക്കാവുന്നൊരു കളിപ്പാട്ടമല്ല. അത് നിയമങ്ങളാൽ, ഭരണഘടനയാൽ, ജനങ്ങളുടെ ജാഗ്രതയാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു മഹത്തായ സംവിധാനമാണ്. ആ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് താൽക്കാലികമായി ചില കുറുക്കുവഴികളിലൂടെ മുന്നേറാൻ കഴിഞ്ഞേക്കാം. പക്ഷേ അന്തിമ വിജയം എപ്പോഴും സത്യത്തിനും നീതിക്കും ഭരണഘടനയ്ക്കും ഒപ്പമായിരിക്കും. കോർപ്പറേഷൻ ഭരണത്തിൻ്റെ ഭാവി എന്തു തന്നെയായാലും ഈ നിയമലംഘനങ്ങൾക്കെതിരെ, ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ ഉയരുന്ന ചോദ്യങ്ങൾ അത്ര വേഗം കെട്ടടങ്ങാൻ പോകുന്നില്ല. നിയമ പോരാട്ടങ്ങൾ ഇനിയും തുടരും. ഈ സത്യപ്രതിജ്ഞയുടെ നിയമസാധുതകൾ ഇനിയും ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അധികാര നഷ്ടത്തിന്റെ ഭയത്താൽ ഇരുളിൽ ഒളിച്ചവർക്ക് പകൽ വെളിച്ചത്തിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ആ മറുപടിക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്.